ഒരു റിയൽ ലൈഫിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഡ്സ് പാർക്കല്ല, കിഡ്സ് ക്യാപിറ്റൽ. എന്നിട്ട് കിഡ്സ് ക്യാപിറ്റൽ. ഇന്ന് നിങ്ങളുടെ ഡേ ആണ്. അതെ, അപ്പൊ ഇന്ന് ഗ്രേസിനും സ്റ്റീവിനെയും കളിപ്പിക്കാനായിട്ട് കൊണ്ടുവന്നിട്ട് കുറെ ദിവസമായി പുറത്തിറങ്ങണം എന്ന് പറയണം. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ കിഡ്സ് ക്യാപിറ്റൽ കണ്ടുപിടിച്ചത്. അപ്പൊ എന്തായാലും ഇന്നത്തെ യാത്ര അവിടേക്കാണ്. അപ്പൊ എന്തായാലും അതെ, അവിടെ ചെന്നിട്ട് പറയാം എങ്ങനെയാണ് അവിടുത്തെ സിറ്റുവേഷൻ എന്നുള്ളത്. കൊടയോ? കൊട അപ്പിയെടുക്കാൻ പറഞ്ഞാണ്. എന്തായാലും അവിടേക്ക് പോവാണ്. കിഡ്സ് ക്യാപിറ്റൽ. കണ്ടായിരുന്നോ? അപ്പൊ നീ ഉറങ്ങല്ലായിരുന്നു. അങ്ങനെ ഞങ്ങള് കിഡ്സ് ക്യാപിറ്റലിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. ആദ്യം തന്നെ ഷൂവും ചെരുപ്പൊക്കെ അഴിച്ചു വെക്കാനുള്ള ബോക്സുകൾ കാണാം. അത് കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ കയറുമ്പോഴാണ് നമ്മുടെ ടിക്കറ്റ് ഏരിയ. അപ്പൊ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഇവിടെ ഗ്രിപ്പുള്ള സോക്സ് നിർബന്ധമാണ്. അപ്പൊ ഞങ്ങൾ ഓൾറെഡി വീട്ടിൽ നിന്ന് പോയപ്പോൾ തന്നെ സോക്സ് ഒക്കെ കൊണ്ട് പോയിട്ടുണ്ടായിരുന്നത്. മിഡു മാത്രം സോക്സ് എടുക്കാൻ മറന്നുപോയി. ഇനി അങ്ങനെ മറന്നുപോയാലും കുഴപ്പമില്ല. ഇവിടെ നമുക്ക് സോക്സ് ഇവർ തന്നെ ഇവിടുന്ന് നമുക്ക് മേടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ ഇവരുടെ തന്നെ നമുക്ക് സോക്സ് മേടിക്കാം. അപ്പോൾ സോക്സ് ഒക്കെ ഇട്ടിട്ട് വേണം നമുക്ക് ഉള്ളിലേക്ക് കയറണമെങ്കിൽ. നമ്മൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കാണുന്ന ഏരിയ എന്ന് പറയുന്നത് ഒരു ബോൾ പിറ്റ് ഏരിയ ആണ്. അപ്പോൾ പല കളറിലുള്ള കുറേ ബോളൊക്കെ ഇട്ടിട്ടുള്ള ഒരു ഏരിയ. ഇവിടെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന സ്റ്റെപ്പായാലും ഇവിടുത്തെ ഓരോ എഡ്ജുകളും എല്ലാം ഇവർ റബ്ബറും മറ്റേ സ്പോഞ്ചൊക്കെ വെച്ച് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിള്ളേർ ധൈര്യമായിട്ട് കളിക്കാനായിട്ട് വീടാം. ഒന്ന് വീണാലും ഇപ്പോൾ സ്റ്റീവ് ആയാലും 3-4 പ്രാവശ്യം അതിൻ്റെ ഉള്ളിൽ വീണിരുന്നു. ഒന്നുമില്ല, കാരണം സ്പോഞ്ച് ആയതുകൊണ്ട് തന്നെ തലേന്ന് മുട്ടിയാലോ അങ്ങനെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിലാണ് എല്ലാം. പിള്ളേരുടെ സേഫ്റ്റി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇവർ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പോൾ ബോൾ പിറ്റ് ഏരിയയിൽ നിന്ന് ഇവർ ഈ ബോളുകളുടെ ഇടയിൽ നിന്ന് ഇവർ പോരാനായിട്ട് ഒട്ടും താല്പര്യം കാണിക്കണ്ടായിരുന്നില്ല. പിന്നെ വലിച്ചഴിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അവിടെ നമ്മുടെ 3D പിന്നാർട്ട് ഉണ്ടല്ലോ, നമ്മുടെ കൈയൊക്കെ വെച്ചിട്ട് ബാക്കിൽ നിന്ന് ഈ കുറേ പിന്നുകൾ കുത്തി നിർത്തിയിട്ട് ബാക്കിൽ നിന്ന് നമ്മൾ കൈ കൊണ്ട് കുത്തുമ്പോൾ നമ്മുടെ ആ ഷേപ്പുകൾ, കൈയുടെ ഷേപ്പൊക്കെ നമ്മൾ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് വരണേ. അപ്പോൾ അത് ചെറിയൊരു ബോർഡാണെങ്കിൽ പോലും ഞാനും ഗ്രേസും കൂടി കുറേ നേരം അതിൽ സ്പെൻഡ് ചെയ്തു കേട്ടോ. നമ്മൾ ശരിക്കും ഈ കാർട്ടൂണുകളിലും അല്ലെങ്കിൽ കിഡ്സ് വീഡിയോകളിലൊക്കെ കാണുന്ന പല ഐറ്റംസും ഇവിടെ കാണാൻ പറ്റി. ഞങ്ങൾ അധികം അങ്ങനെ ഇൻഡോർ പാർക്കിലൊന്നും അധികം പോകാറില്ല. പക്ഷെ ആ കൂടി പോണത് ഞാൻ പറയുകയാണെങ്കിൽ ലുലുവിലാണ്. ലുലു മാളിൻ്റെ പാർക്കിലാണ് ആ കൂടി പോവാറ്. പക്ഷെ അവിടെയൊന്നും കാണാത്ത രീതിയിലുള്ള ഐറ്റംസാണ് ഇവിടെ നമുക്ക് കാണാൻ കിട്ടുന്ന പല ഐറ്റംസും. പിന്നെ എടുത്തു പറയേണ്ടത് ഈ ചെറിയ കാറുകൾ. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് സ്റ്റീവിനാണ്. സ്റ്റീവിന് ഈ കാറ് ശരിക്കും ഇഷ്ടമായെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം വിചാരിച്ചത് ബാറ്ററി കൊണ്ടാണെന്ന് വിചാരിച്ചത്. പക്ഷെ ഇത് നോർമൽ നമ്മൾ ഉള്ളിൽ കയറി ഇരുന്ന് കാലുകൊണ്ട് തുഴഞ്ഞ് നീങ്ങി പോകുന്നൊരു കാറാണ്. പക്ഷെ സ്റ്റീവ് എന്ത് ചെയ്താലും ഇതിൽ നിന്ന് ഇറങ്ങാണ്ടായില്ല. ഇതിൽ കയറിയപ്പോൾ തുടങ്ങി നമ്മൾ ഈ പാർക്കിൽ നിന്ന് പുറത്ത് പോരുന്നവരെ എപ്പോഴൊക്കെ ഈ കാറ് പിന്നെ മുന്നിൽ കാണണോ ഇവൻ ചാടി കയറി അതിൻ്റെ ഉള്ളിൽ കയറി ഇത് ഓടിക്കലായിരുന്നു എൻ്റെ പരിപാടി. ഭയങ്കര ഇഷ്ടമായിരുന്നു സ്റ്റീവിന് വണ്ടി കേട്ടോ. പിന്നെ കുറേ നേരം വീട് തള്ളിക്കൊണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സ്റ്റാഫിനോട് പറഞ്ഞപ്പോൾ അവർ കൊണ്ടു നടക്കുകയാണ് ചെയ്തത്. സ്റ്റാഫിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പിള്ളേരെ കളിപ്പിക്കാനും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റാഫുകളാണ് അവിടെ ഉള്ളത്. എല്ലാവരും ഞാൻ പറയില്ല, എങ്കിലും അത്യാവശ്യം എല്ലാവരും തന്നെ നല്ല രീതിയിലുള്ള ഹെൽപ്പിംഗ് ആയിരുന്നു. പിന്നെ ഈ കാണുന്നതാണ് നമ്മുടെ 3D ഡാൻസ് ഫ്ലോർ, LED ഫ്ലോർ എന്തൊക്കെ പേരുണ്ടെന്ന് തോന്നുന്നു. ഗ്രേസ് ഇവിടെ ഒന്നും കളിക്കാൻ വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല. കുറച്ച് നേരമൊക്കെ ചാടിത്തുള്ളി ആൾ പുറത്തു പോയി. സ്റ്റീവ് ഇപ്പോഴും നമ്മുടെ കാറിൽ തന്നെയാണുള്ളത്. സ്റ്റീവിനെ ഞങ്ങൾ പല പ്രാവശ്യം ഇറക്കിയിട്ടോ, എന്നാലും ആൾ കുറച്ച് കഴിയുമ്പോൾ വീണ്ടും വന്ന് ഇതിൻ്റെ ഉള്ളിൽ കയറും. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ അടുത്ത നമ്മൾ കാണുന്ന ഐറ്റം എന്ന് പറയുന്നത് ഒരു റോള് ചെയ്യുന്ന ഒരു സംഭവമാണ്. എൻ്റെ പേരെനിക്കറിയില്ല. ഗ്രേസ് കുറച്ച് നേരം അതിൻ്റെ ഉള്ളിലൊക്കെ കയറി കിടന്നു നോക്കി. അതിങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. അതിങ്ങനെ പതുക്കെ തിരിയുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ മൂവ് ചെയ്യുക എന്തൊക്കെയാണ് ഇതിൻ്റെ പരിപാടി. എന്തായാലും കുറച്ച് നേരം ഗ്രേസ് അതിൻ്റെ ഉള്ളിൽ കയറി കിടന്നു നോക്കി. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോരേ ചെയ്തത്. പിന്നെ അതേപോലെ തന്നെ സീസോയും ട്രെയിനും അങ്ങനെ കുറേ ആക്ടിവിറ്റികൾ ഇവിടെ ഉണ്ട്. ഇനി ഇത് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈ സ്ട്രീറ്റ് കാർണിവൽ മാള് തൃപ്പൂണിത്തറയിലാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. അത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെയായിട്ടാണ് നമ്മുടെ ഈ കിഡ്സ് ക്യാപിറ്റൽ വരുന്നത്. ഇവിടുത്തെ ചാർജസ് വരുന്നത് 499 രൂപയാണ് ഒരു കൊച്ചിനും പാരൻറ്റിനും കൂടി വരുന്നത്. അതായത് ഗ്രേസിന് 499 രൂപ ചാർജ് ചെയ്തു. പ്ലസ് ഗ്രേസിൻ്റെ കൂടെ ഞങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്കും കൂടിയും ഉള്ളിലേക്ക് എൻട്രി ഫ്രീ ആണ്. അതുപോലെ സ്റ്റീവിന് 399 രൂപ ചാർജ് ചെയ്തു. സ്റ്റീവിൻ്റെ കൂടെയും പാരൻറ്റിന് ആർക്കെങ്കിലും ഒരാൾക്കും കൂടിയും ഉള്ളിലേക്ക് കയറാം. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങൾ 4 പേരും കൂടി ഉള്ളിൽ കയറിയത്. പിന്നെ ഓരോ എക്സ്ട്രാ 1 മണിക്കൂറിനുണ്ടോ ഈ 499 രൂപ. അത് കഴിഞ്ഞ് എടുക്കുന്ന ഓരോ മണിക്കൂറിനും 99 രൂപ, അതായത് 100 രൂപയാണ്
പിന്നെയുള്ള ഓരോ മണിക്കൂറിനും അവർ ചാർജ് ചെയ്യുന്നത്. ഫുള്ള് AC ആയിട്ടുള്ള ഒരു ഇൻഡോർ പാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ടയർഡ്നെസ് ഒന്നും പിള്ളേർക്ക് തോന്നിയില്ല. അത്ര നേരം കളിച്ചിട്ടൊന്നും അവർ പോരാൻ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. ഏതിലൊക്കെയോ മാറി കയറി അവർ ഇങ്ങനെ നടക്കുകയാണ്. ഒരെണ്ണത്തിൽ കുറച്ച് നേരം ഓടിക്കും, അത് കഴിഞ്ഞ് അടുത്തേക്ക് പോകും, ഇങ്ങനെ മാറി മാറി നടക്കായിരുന്നു. ഇപ്പോൾ ഈ ഓടിക്കുന്ന ട്രെയിൻ എന്ന് പറയുന്നത് കൈകൊണ്ട് തിരിച്ചിങ്ങനെ ഓടിക്കുന്ന ഒരു ട്രെയിനാണ്. അതിൻ്റെ ലൈറ്റുകളൊക്കെ കത്തും ടയറിലൊക്കെ. അത് കുറേ നേരം ഗ്രേസ് അതിൻ്റെ പിന്നാലെ നടന്നു. ആൾക്കാർ കുറവായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്രേസിന് കുറേ ആക്ടിവിറ്റിയിൽ ഫ്രീ ആയിട്ട് കയറി കിടന്നു. മീൻസ് ഒരു റഷ് ഉണ്ടായിരുന്നില്ല. 1-2 ഫാമിലി അവിടെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടുത്തെ ഒരു നെഗറ്റീവ് എനിക്ക് പറയാൻ തോന്നിയത് അവിടെ ലൈറ്റിങ് ഭയങ്കര കുറവായിരുന്നു. ഇപ്പോൾ ഈ ഗ്രേസ് കയറുന്ന ഏരിയയിലായപ്പോലും ലൈറ്റിങ് ഭയങ്കര കുറവായിരുന്നു. ഞാനവിടെ ചോദിച്ചു എന്താണ് ലൈറ്റ് ഇടാത്തതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് വൈകുന്നേരം രാത്രി ആകുമ്പോഴാണ് അവിടെ ലൈറ്റുകളെല്ലാം ഫുൾ ഇടുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നി. കാരണം ഇവിടെ ഇത്തിരി കൂടി ലൈറ്റ് സീലിംഗ് ഫുള്ള് ലൈറ്റ് ഉണ്ട്, പക്ഷെ അവർ വളരെ ചുരുക്കം ലൈറ്റ് മാത്രമേ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പിള്ളേരെ സംബന്ധിച്ച് അവിടെ ഇത്തിരി ലൈറ്റിംഗ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ, നല്ല കളർഫുൾ ആയിട്ടുള്ള ഏരിയ ആണ്, ആ ലൈറ്റും കൂടി വന്നിരുന്നെങ്കിൽ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാമല്ലോ ഒരു ഡാർക്ക്നെസ് ആണ് അവിടെയൊക്കെ ഫീൽ ചെയ്യണത്. അപ്പോൾ ആ ലൈറ്റിൻ്റെ ഒരു കുറവ് എന്തായാലും അവിടെ എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. നമ്മളായാലും നമ്മൾ കൊടുക്കുന്ന ടിക്കറ്റ് ചാർജ് സെയിം ആണ്, രാത്രിയായാലും പകലായാലും നമ്മൾ കൊടുക്കുന്ന ചാർജസ് സെയിം ആണ്. അപ്പോൾ ആ ലൈറ്റും കൂടി ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ എന്തായാലും ആഗ്രഹിച്ചിരുന്നു. നമ്മുടെ വീഡിയോയിലായാലും ആ ലൈറ്റ് ഇല്ലാത്തതിൻ്റെ ഒരു കുറവ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതേ സ്റ്റീവ് കാറിൽ നിന്നൊക്കെ ഇറങ്ങി ഇതേ എവിടേക്ക് പടച്ച് കയറി വരുന്നുണ്ട്. അപ്പോൾ സ്പോഞ്ചിൻ്റെ സ്റ്റെപ്പുകളിൽ കൂടെ ആൾ ഉരുണ്ട് കയറി നല്ല ഇൻട്രസ്റ്റ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഭയങ്കര കളർഫുള്ളാണ്. നമ്മൾ ആ ഷൂ വയ്ക്കുന്ന ഏരിയ തുടങ്ങി ഇങ്ങോട്ട് ഉള്ളിലേക്ക് കയറുമ്പോൾ ഓരോ മുക്കും മൂലയെല്ലാം പലതരത്തിലുള്ള കളർ കൊണ്ടാണ് ഇവർ സെറ്റ് ചെയ്തേക്കണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്റ്റീവിനായാലും ഗ്രേസിനായാലും നല്ല രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇവിടുത്തെ ഓരോ ഐറ്റംസും നമുക്ക് കാണാൻ പറ്റുന്നത്. ഇതിനോട് ചേർന്ന് തന്നെ പുറത്ത് ഒരു പാർട്ടി ഹാളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് വല്ല ബർത്ത്ഡേ പാർട്ടികളോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പിള്ളേരുടെ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ നടത്താനുണ്ടെങ്കിൽ നടത്താൻ പറ്റിയ ഒരു ഏരിയയും കൂടി ഉണ്ട്. അപ്പോൾ പിള്ളേർക്ക് ഇവിടെ നിന്ന് കളിക്കാനും അങ്ങനെയൊക്കെയുള്ള ഒരു ഓപ്ഷൻസോട് കൂടി എന്തായാലും അതൊക്കെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. എന്ന് വെച്ചാൽ പിള്ളേരെ സംബന്ധിച്ച് അവരുടെ ഒരു ലോകമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങളുടെ അടുത്തേക്ക് ഇതേപോലെ മറ്റുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇപ്പോൾ നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കയറിയേക്കാണ്. ഇവിടെ ഇതേപോലെ കറങ്ങുന്ന ഒരു സാധനവും അത് നമ്മൾ അതിൻ്റെ ചുറ്റും കിടന്ന് ചാടയൊക്കെ ചെയ്യണം. ഗ്രേസ് ഇത്തിരി നേരമൊക്കെ നോക്കി, അത് കഴിയുമ്പോൾ ഗ്രേസ് അവിടെ നിന്ന് കയറി പോന്നു. ഇത് ഗ്രേസ് പറയുന്നത് ഇതിനെ ജംബൊലീന എന്നാണ്, ശരിക്കും ട്രാംപ്ലൈനോ അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര് എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. എന്തായാലും ഇതിൽ നമുക്കും ഇതിൽ കളിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞൊന്നും ഓർക്കുന്നില്ല, നമ്മൾ ഈ 499 രൂപ എടുത്ത് പാരൻ്റ് ആർക്കെങ്കിലും ഒരാൾ കൂടി കയറാമെന്ന് പറഞ്ഞല്ലോ. നമുക്കും ഇവരുടെ കൂടെ ഇവർ കയറുന്ന ഒട്ടുമിക്ക എല്ലാ ആക്ടിവിറ്റിയിലും നമുക്കും കയറാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അത് മറ്റുള്ള പാർക്കിലൊന്നും ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അതാണ് ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം. നമുക്ക് പിള്ളേർക്ക് മീൻസ് നമ്മളും പിള്ളേരെ പോലെ കളിക്കാമെന്നല്ല ഉദ്ദേശിക്കുന്നത്, പിള്ളേർക്ക് ഒരു സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിൽ പിള്ളേരുടെ കൂടെ നമുക്കും ഒട്ടുമിക്ക എല്ലാവിടെയും കയറാനും കളിക്കാനും പറ്റും. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ പിള്ളേരെ ഉള്ളിലേക്ക് കയറ്റി വിടേണ്ടി വരും, നമ്മളവിടെ വെറുതെ പുറത്തിരിക്കുക ചെയ്യേണ്ടി വരാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കുട്ടികളുടെ കൂടെ കളിക്കാനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പിള്ളേരെ ഒരു സ്റ്റാഫിനെ ഏൽപ്പിച്ചിട്ട് കളിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ജ്യൂസും ബർഗറും കോഫിയും എല്ലാം കിട്ടുന്ന ഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. നമുക്ക് അവിടെ പോയി അങ്ങനെയും നമുക്ക് ടൈം പാസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതിനുള്ള ഓപ്ഷൻസും ഇതിൻ്റെ ഉള്ളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഗ്രേസിനെ സംബന്ധിച്ച് ഒരു സ്വർഗ്ഗലോകം പോലെയായിരുന്നു. ഗ്രേസ് ഒന്നിൽ കൂടുതൽ ടൈമൊന്നും കയറില്ല. ആളിങ്ങനെ കയറി ഓരോന്നിലും മാറി ഇരുന്ന് ഇങ്ങനെ ഓടിക്കൊണ്ട് നടക്കായിരുന്നു. ഏതിലാ കയറേണ്ട എന്താ ചെയ്യണ്ടേ എന്നുള്ള ഒരു ഇതിലായിരുന്നു. ഞങ്ങൾ പറഞ്ഞു നീ മാക്സിമം സമയം എടുത്ത് ഓരോന്നിൽ കയറിക്കോളാൻ പറഞ്ഞാലും ആൾക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു ഇതില്ല. ഭയങ്കരമായിട്ട് ഇങ്ങനെ കളിക്കാനൊരു ഏരിയ കണ്ടട്ടെ ഇനിയും പോകണം എന്ന് പറഞ്ഞാണ് ഞങ്ങൾ വിളിച്ചിട്ടും തിരിച്ചു വരാനായിട്ട് ആൾ റെഡിയല്ലായിരുന്നു. വലിച്ചയച്ചാണ് കൊണ്ടുവന്നത്. ഇതൊരു ചെറിയൊരു ക്ലാസ് റൂം പോലുള്ളൊരു ഏരിയ ഉണ്ട്. അവിടെ ഒരു ബോർഡും 2 ബോർഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ പസിൽസ് അത് കൊടുത്തിട്ടുണ്ട്. ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ അതിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ അക്വേറിയത്തിലൊക്കെ ഇടുന്ന കല്ലുകളില്ലേ പല കളറിലുള്ള, അതിൻ്റെ പേര് ഞാൻ മറന്നു. ആ കല്ലുകൾ നിറച്ചിട്ടുള്ളൊരു സംഭവമാണ്. അത് നമുക്ക് വാരി ഇങ്ങനെ നിറച്ച് അതിൻ്റെ ഉള്ളിൽ ഒരു ടർബൈനൊക്കെ ഉണ്ട്, അതൊക്കെ കറക്കാം. അങ്ങനെ ഓരോരോ ആക്ടിവിറ്റീസ്. ഇതും കുറച്ചധികം നേരം സ്റ്റീവും ഗ്രേസും സ്പെൻഡ് ചെയ്തു. പിന്നെ നമ്മുടെ വുഡൻ കലണ്ടർ എന്നാ പറയാൻ തോന്നുന്നു. അപ്പോൾ അതിൽ കുറേ നേരം കറക്കിക്കൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. കൊള്ളാം, എന്തുകൊണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എന്തായാലും വീണ്ടും ഇനിയും കൊണ്ടുപോകും. നിങ്ങളുടെ അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞോളൂ, നിങ്ങളുടെ അടുത്ത് ഇതേപോലുള്ള വേറെ ഏതെങ്കിലും പാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഏതാ ലൊക്കേഷൻ എന്നുണ്ടെങ്കിൽ ആ ലൊക്കേഷൻ കൂടി ഒന്ന് ടൈപ്പ് ചെയ്ത് വിട്ടോളൂ.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം മുകളിലെ ലൈറ്റുകൾ കണ്ടോ, മുകളിലെ ലൈറ്റുകൾ ഒഴിച്ച് ബാക്കിയെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇവിടെ. പിന്നെ അതിൻ്റെ പുറത്ത് നേരത്തെ പറഞ്ഞ പോലെ ജ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ ഞങ്ങൾ ഇതേ ജ്യൂസൊക്കെ കുടിച്ചിട്ടാണ് അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയത്. അപ്പോൾ അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ദേ ഇവിടെ തീരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു. അപ്പോൾ എന്തായാലും അങ്ങനെ ഞങ്ങൾ ദേ തിരിച്ച് വീടെത്തി. വന്നപ്പോൾ തന്നെ വീട് കൂടെ പൊട്ടുവെള്ളരി ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയിലാണ്. എങ്ങനെയുണ്ടായിരുന്നു പോയ എക്സ്പീരിയൻസ്? എനിക്കും എനിക്കും ഇഷ്ടമായിട്ടോ. നല്ല സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കും കൊച്ചിന്റെ കൂടെ കയറാനും കളിക്കാനൊക്കെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതാണ് ഏറ്റവും വലിയൊരു ഇതെന്ന് പറയുന്നത്. പിന്നെ ഇതേപോലത്തെ അതായത് ഇപ്പോൾ 499 രൂപ നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിലും അത്യാവശ്യം കുറെ ഐറ്റംസ് ഉണ്ട്. ഇപ്പൊ നമ്മള് ലുലുവിലും അങ്ങനെയൊക്കെ പോവാറുണ്ടെങ്കിലും ഇതേപോലെ ഒരു ഹാപ്പി നമ്മളാവാറില്ല. അതുകൊണ്ടായിരിക്കാം. പിന്നെ കൊച്ചു അതിലേക്ക് കുതിരപ്പുറത്ത് അതിൽ കയറി 2 മിനിറ്റ് ഇരുന്നിട്ട് ഇറങ്ങുമ്പോഴേക്കും 60 രൂപ 70 രൂപ അത് കട്ടാവും. അങ്ങനത്തെ ഒരു ഇത് അവരും വലിയതല്ല. പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കാൻ ഇഷ്ടം പോലെ സ്ഥലമാണ്. ധൈര്യമായിട്ട് നമുക്ക് വിടാം. എല്ലാവരുടെയും മറ്റേ അടിയിലെ റബ്ബറിന്റെ അതൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. ഇനി BCB അവിടെ എവിടെയാണ്, എറണാകുളം സൈഡിൽ വേറെ എവിടെയാണ് ഉണ്ട്. അപ്പൊ BCBയിൽ ഇനി പോകണം. പിന്നെ അതുപോലെ അങ്ങനെ കുറെ സ്ഥലങ്ങൾ അവിടേക്ക് ഉണ്ട്. അപ്പൊ നിങ്ങളുടെ അറിവിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒരു മിനിറ്റ് ഞാനൊന്ന് പറയട്ടെ. അപ്പൊ നിങ്ങളുടെ അറിവിൽ എവിടെയെങ്കിലും അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വേറെ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. കാരണം ഞാൻ ഇങ്ങനത്തെ കുറെ സ്ഥലം അന്വേഷിച്ചത് കണ്ടിരുന്നില്ല. പക്ഷെ എന്റെ ഇൻട്രസ്റ്റ് മനസ്സിലാക്കി ഫേസ്ബുക്കിൽ ഒരു ആഡ് വന്നിട്ടാണ് ഞാൻ ഈ സ്ഥലം കണ്ടുപിടിക്കുന്നതും അങ്ങനെ പോകുന്നു. അപ്പൊ എന്തായാലും ഇത് മറ്റുള്ളവർക്ക് ആരെങ്കിലും ഉപകാരപ്പെടട്ടെ. അപ്പൊ വേറെ വീഡിയോ ആയിട്ട് വരാം. ബൈ ബൈ. വീഡിയോ ഇഷ്ടമായി ഷെയർ ചെയ്യാൻ മറക്കരുത്, കമന്റ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.